ആർക്കാ ഇത്ര വിഷമം? എൻ്റെ കുടുംബത്തെ ഓർത്തിട്ട്, എൻ്റെ മക്കളെ ഓർത്തിട്ട്? എൻ്റെ ഭർത്താവ് പെണ്ണുപിടിയനാണ്, നിന്റെ ഒന്നും കുടുംബത്തിൽ കയറി കളിച്ചില്ലല്ലോ, ഉണ്ടോ? അംജദ് അടൂരെ, എടാ പരനാറി, നീ ഈ ലൈവ് വീഡിയോയുടെ പേരിൽ എൻ്റെ പേരിൽ കൂടെ നീ കേസ് കൊടുക്കണം. നീ ഫെബ്രുവരി 28 രാത്രി മുതൽ എൻ്റെ ഫേസ്ബുക്കിൻ്റെ ഇൻബോക്സിൽ കിടന്ന് പൂണ്ടു വിളയാടിയത് മൊത്തം ഉണ്ട് എൻ്റെ കയ്യിൽ. നീ ആരെയാ പേടിപ്പിക്കുന്നത്? ഈ ഇരിക്കുന്ന എൻ്റെ ഭർത്താവ് സിനിമാ നടി ഹണി റോസിൻ്റെ കൂടെ പോയി, അവരുടെ കൂടെ പോയി, ഇവരുടെ കൂടെ പോയി എന്ന് പറഞ്ഞിട്ട് നീ എൻ്റെ ഇൻബോക്സിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞതാ, എൻ്റെ കെട്ടിയവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പലരുടെ അടുത്ത് പോകുന്ന കഥ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന്. നിനക്കിട്ടുള്ള പണി തന്നെയാടാ മറ്റേ മോനെ തന്നത്. നിന്നെ ഒന്നും പറയാൻ പാടില്ലെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത്? നീയൊക്കെ ആരാ നിന്റെ വിചാരം? നീ യൂത്ത് കോൺഗ്രസ് നേതാവോ? നീ ഏത് മറ്റടുത്ത നേതാവാടാ? നീ ആരാണ് നിന്റെ വിചാരം? അവനൊരു യൂത്ത് കോൺഗ്രസ് നേതാവാണ് സുഹൃത്തുക്കളെ. അവന് സൗദിയിലെ ദമാമിൽ എങ്ങാണ്ട് ഒരു OICCയുടെ റീജിയണൽ വൈസ് പ്രസിഡന്റ് ഏതാണ്ടാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇൻബോക്സിൽ വന്നതാണ്. ഇവൻ എൻ്റെ ഭർത്താവിൻ്റെ ഈ ഇരിക്കുന്ന ഹാരിസ് സയ്യിദ് തലാക്ക് ചെയ്ത് ഒഴിവാക്കിയ സ്ത്രീയുടെ കാമുകനാണ്. അവൾ അവൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് ഇവൻ എൻ്റെ ഇൻബോക്സ് അയച്ചിരിക്കുന്ന സകല ഓഡിയോ ക്ലിപ്സും ഞാൻ ഇവൻ്റെ കുടുംബത്തിൽ കൊണ്ടേ കൊടുത്തിട്ടുണ്ട്. അവൻ അതിൻ്റെ ചൊരുക്ക് തീർക്കുക റാസ്കൽ. ഇവൻ എന്താണ് ഈ ഇരിക്കുന്ന എൻ്റെ ഭർത്താവാടാ. അദ്ദേഹത്തെ എനിക്ക് വിശ്വാസമാണ്. എൻ്റെ കെട്ടിയോ പെണ്ണ് പിടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നിനക്കെന്താ ഇത്ര സൂക്കേട്? നീ നിന്റെ കുടുംബക്കാരെ നോക്കടാ പോയി. നീ ആദ്യം നിന്റെ പെണ്ണുപിള്ളക്കും മക്കൾക്ക് ചെലവിന് കൊടുക്ക്, എന്നിട്ട് നീ എനിക്കിടൊക്കെ ഉണ്ടാക്കാൻ വാ. ഈ ഇരിക്കുന്ന മനുഷ്യൻ അയാൾ എന്നെയും എൻ്റെ 5 കുഞ്ഞുങ്ങളെയും പൊന്നു പോലെ നോക്കുന്നുണ്ട്, പൊന്നു പോലെ. നീ ആരാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? നിനക്കൊന്നും 100-150 ജന്മം എടുത്താൽ എൻ്റെ ഭർത്താവിൻ്റെ 7 അയലത്ത് വരാൻ പറ്റത്തില്ലടാ. നീ ഒന്നും ആകത്തുമില്ല. ആദ്യം ഒരു ദിവസം നീ ആണായിട്ട് ജീവിക്കടാ. 10-600 നിന്റെ ഷുഗർ. നീ കഴിഞ്ഞ ദിവസം ഷൈജു സുകുമാരൻ നാടാറ് അജോ കുറ്റിക്കൻ്റെയും കൂടെ കറങ്ങാൻ പോകാൻ വേണ്ടിയിട്ട് നിന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് 500 രൂപ കടം മേടിച്ചിട്ടല്ലേടാ വന്നത്? ഗൾഫിൽ നിന്ന് ആദ്യമായിട്ട് കുഞ്ഞിനെ കാണാൻ, നീ ഗൾഫിലായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന കുട്ടിയെ കാണാൻ നാട്ടിലേക്ക് വന്ന നീ ഒരു കുഞ്ഞുടുപ്പെങ്കിലും മേടിച്ചോണ്ട് വന്നിട്ടാണോടാ ആരുടെയെങ്കിലും കുടുംബത്തെ കയറി കളിക്കുന്നത്? ആണത്തമില്ലാത്തവൻ നാറി. നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്നെ കുറിച്ച്? നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഇവനെല്ലാരും കൂടെ, ഇവര് അംജദ് അടൂര്, ഷൈജു സുകുമാരൻ നാടാറ്, അജോ കുറ്റിക്കൻ, ആത്മയിലെ കുറെ മെമ്പേഴ്സ്, അതിലെ സ്ത്രീകൾ അടങ്ങുന്നവര്, കുറെ ചാരിറ്റി പ്രവർത്തകര്, ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഫേസ്ബുക്കിലൂടെ എന്നെ എൻ്റെ ഭർത്താവിനെ അപമാനിച്ചുകൊണ്ട് വലിയ വലിയ ആള് കളിക്കുന്നു. നീയൊക്കെ നിന്റെ കുടുംബം പോയി നോക്കടാ ആദ്യം. എല്ലാം ധർമ്മക്കാരാ. ഒറ്റ ഒരെണ്ണം നേരവണ്ണം നോക്കുന്നവരില്ല, ഒറ്റ ഒരെണ്ണം നേരവണ്ണമില്ല. കിടക്കാൻ ഒരു കട്ടില്, ഇരിക്കാൻ ഒരു കസേര ഉണ്ടാക്കിയിട്ടിട്ട് നീ ആരാന്റെ കുടുംബത്തിൽ കയറി കളിക്കടാ? നീയൊക്കെ എന്നെ കൊണ്ട് നീ ഇതിന്റെ പേരിൽ നീയൊക്കെ കൊണ്ട് കേസ് കൊടുക്കണം. ഈ കേസിനകത്ത് ഞാൻ പ്രതിയാവണം. ആ പ്രതിയായി നിന്നെയൊക്കെ വാദിയായിട്ട് എന്റെ കോടതിയിൽ കിട്ടണം. ഞാൻ പ്രതിയാകുന്ന കേസിൽ ആ കോടതിയിൽ കിട്ടണം. ആ കോടതിയിൽ കിട്ടിയാലേ നിന്റെ ഈ തെമ്മാടിത്തരം എനിക്ക് അവിടെ പൊളിച്ചടുക്കി കാണിക്കാൻ പറ്റുള്ളൂ. നീ എത്രയോ മണിക്കൂറുകളാണ് എന്നെ വിളിച്ചിട്ട് എന്റെ ഭർത്താവിനെ കുറിച്ച് ഫോണിൽ ഇത്രയും വൃത്തിയോട് പറഞ്ഞത്. നിനക്കെതിരെ ആദ്യത്തെ കേസ് മാർച്ച് 22 ഏറ്റുമാനൂർ സ്റ്റേഷനിൽ. അന്ന് ഞാൻ നിന്നെ വെറുതെ വിട്ടു. നിന്റെ അമ്മ എന്റെ വീട്ടിൽ വന്ന് എന്റെ കാലേ വീണത് കൊണ്ട് അംജത്തെ നിന്നെ ഞാൻ വെറുതെ വിട്ടത്. നീ ആയില്ല. നിന്റെ അമ്മ, നിന്റെ ഭാര്യ, നിന്റെ അമ്മയുടെ ആങ്ങള, നിന്റെ ഭർത്താവ് പേര് വന്നത് കൊണ്ടാണ് നിന്നെ ഞാൻ വെറുതെ വിട്ടത്. നീ എന്താണ് വിചാരിച്ചിരിക്കുന്നത് എന്നെ കുറിച്ച്? ഒന്നുമല്ല, വെറും പുഴു. ഇത്രയായി ഇതിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സംസാരം കേൾക്കുമ്പോൾ അഹങ്കാരമായിട്ട് തോന്നും. 9 മാസം സഹിച്ച സകല പീഡനത്തിന്റെ ഉത്തരവാടാ ഈ ലൈവ്. 9 മാസമായി നീയൊക്കെ കളിക്കാൻ തുടങ്ങിയിട്ട്. നീയൊക്കെ ആണാണെങ്കിൽ നീയൊക്കെ കൊണ്ട് കേസ് കൊടുത്തിട്ട് എനിക്കിട്ട് ഉണ്ടാക്കടാ. കഴിഞ്ഞ ദിവസം നിന്നെയൊക്കെ പത്തനംതിട്ട റിംഗ് റോഡിലിട്ട് പിടിച്ചു. പിടിക്കുമ്പോൾ നീയൊക്കെ ആ വണ്ടിക്കകത്തിരുന്ന് വെള്ളം അടിച്ച് കിറങ്ങിയല്ലേടാ ഇരുന്നത്. നിന്നെ ഒന്നും തല്ലാൻ പോലും ഇല്ല. നീ പറഞ്ഞു ഞങ്ങളും പോലീസും കൂടെ മർദ്ദിച്ച് അവശരാക്കിയെന്ന്. ഞങ്ങളും പോലീസും മർദ്ദിച്ച് അവശരാക്കിയ നീയൊക്കെ എന്താടാ? അന്ന് രാത്രിയിൽ അംജദും അജോയും സ്റ്റേഷൻ ജാമ്യത്തിൽ പോയതല്ലേ? നീ എന്താ ട്രീറ്റ്മെന്റ് എടുക്കാതിരുന്നത്? പിറ്റേ ദിവസവും നീ ഫേസ്ബുക്കിലൂടെ എനിക്കെതിരെ അപരാധം എഴുതിയപ്പോൾ ആ രാത്രി ഞാൻ നിന്റെ മഹല്ലി വന്നപ്പോഴല്ലേടാ നീ അവിടുന്ന് രക്ഷപ്പെടാനല്ലേടാ ആശുപത്രി പോയി കിടന്നത്? കള്ളൻ. അംജദ് അടൂര് യൂത്ത് കോൺഗ്രസ് നേതാവ് കള്ളൻ. അവളുമായിട്ട് നിനക്ക് എന്തെങ്കിലും ഇടപാടുണ്ട നീ അങ്ങോട്ട് പോടാ. എന്തിനാ എന്റെ കുടുംബത്തിൽ കയറി കളിക്കുന്നത്? നാണത്തില്ലാത്തവൻ നേരിട്ട് വാ. ധൈര്യമുള്ളതാണ് നേരെ വന്ന് ഒളിച്ചിരുന്ന് ഉണ്ടാക്കാതെ, ഫേസ്ബുക്കിൽ കിടന്ന് ഉണ്ടാക്കാതെ നീ നേരിട്ട് വാ. ഏറ്റുമാനുണ്ട് ഞാൻ താമസം. വന്ന് ചോണുള്ളതാണ് വാ. ഈ മൂവരെല്ലാം കൂടെ കൂട്ടി വാ. ഞങ്ങൾ നേരിടാൻ തയ്യാറാ. നീയൊക്കെ എന്താ വിചാരിച്ചിരിക്കുന്നേ? ഞങ്ങൾ സഹികടന്ന് ഇത്ര സഹിച്ചു. ഇനി നീ കൊണ്ട് കൊട്ടേഷൻ കൊടുത്തു. നീ ആര് വഴി കൊട്ടേഷൻ കൊടുത്തു? എന്റെ അനിയന്റെ എനിക്കിട്ട് കൊട്ടേഷൻ കൊടുത്തു. നീ
ഞാൻ അറിയാമെന്ന് വിചാരിച്ചോ? നീയൊക്കെ ചലിച്ചാൽ ഞങ്ങൾ അറിയും. നീ എന്താ വിചാരിച്ചത്? ഇവന് കുറേയായിട്ട് ഞങ്ങൾ സഹിക്കുക. ഇല്ല, മതിയാക്കില്ല. ഇല്ല, ഒന്നും ഇവനെയൊക്കെ വെറുതെ വിടുന്നത്. ഷൈജു സുകുമാരൻ നാടാര് നരസിംഹനും റോയിലൂടെ ഇരുന്ന് എന്റെ കുഞ്ഞിന്റെ ഫോട്ടോ അടക്കം മിസ്യൂസ് ചെയ്തത് കണ്ടവര് സാക്ഷികളുണ്ട്. അറിയോ? സാക്ഷികളുണ്ട്. പോലീസിൽ അവർ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. നീയൊക്കെ എന്താ വിചാരിച്ച എന്നെ കുറിച്ച്? ഞാൻ വെറും പെറുകിയെന്നോ? എന്റെ അമ്മ റേഷൻ കടയിലെ കൂട്ടിക്കൊടുപ്പുകാരിയായിരുന്നു. എടാ പട്ടി നായിന്റെ മക്കളെ, ഒരു ഇന്ത്യൻ നേവി ഓഫീസറുടെ ഭാര്യ എന്റെ തള്ള. അറിയണോ നിനക്കൊക്കെ? നീ എന്താ വിചാരിച്ചിരിക്കുന്ന എന്റെ കുടുംബത്തെ കുറിച്ച്? നിനക്കൊക്കെ മാത്രമാണ് കുടുംബം ഉള്ളത്. ഇപ്പൊ നിങ്ങൾ ഓർക്കും ഞാൻ എന്ത് സംസ്കാരമുള്ള ഭാഷയാണ് ഉപയോഗിച്ചതെന്ന്. എന്റെ പൊന്ന സുഹൃത്തുക്കളെ, ഞാൻ ഒരു സ്ത്രീ ഇത്രയും ലൈവിൽ വന്നിട്ട് ഇത്രയും വികാരത്തോടെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇവനൊക്കെ എന്തുമാത്രം ശോഭകേട് എന്റെ കുടുംബത്തോട് കാണിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർത്താ മതി. അംജദ് അടൂരെ, നീ റമി റഹ്മാന്റെ കൂടെ കിടക്കുക ചെയ്തോ. നീ എന്നെ കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഏതവനെ എന്നോട് ചോദിക്കാനുള്ളത്? ഞാൻ ലൈവിലുണ്ടടാ, വാടാ. 5 മക്കളെ കൃത്യമായ ഇടവേളകളിൽ പെറ്റുകൂട്ടിയിട്ട് അത് ഭർത്താവിന്റെ കഴിവാണെന്ന് വിളിച്ചു പോവുകയെന്ന്. അതെ, പിന്നെ 5 മക്കളെ കൃത്യമായ ഇടവേള 9 മാസത്തെ ഇടവേള ഇല്ലാതെ ഒരു സ്ത്രീക്കും പ്രസവിക്കാൻ കഴിയില്ല കുട്ടി. നീ ഏത് വലിയ ചാരിറ്റി പ്രവർത്തകയായാലും എനിക്ക് ഈ കുറെ ആയിട്ട് ഞാൻ സഹിച്ചിരിക്കുക. കുറെ ആയിട്ട് ഞാൻ മിണ്ടാണ്ടിരിക്കുക. നീയൊക്കെ എന്താ വിചാരിച്ചെന്നെ കുറിച്ച്? 5 കുഞ്ഞുങ്ങൾ. എൻ്റെ ഒരു കുഞ്ഞ്, മൂത്ത മകൾക്ക് 11 വയസ്സ്, രണ്ടാമത്തെ കുഞ്ഞിന് 10 വയസ്സ്, മൂന്നാമത്തെ കുഞ്ഞിന് 2.25 വയസ്സ്, 4ഉം 5ഉം കുട്ടികൾക്ക് 2.5 മാസം പ്രായം. നീ എന്നെ മക്കളെ കുറിച്ച് അപരാധം പറയുന്ന നീയൊക്കെ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഒരു അരക്കി കെട്ടാൻ ഒരു ചരട് ഇല്ലേ, അതുങ്ങളുടെ മേത്തൊഴുകുന്ന അഴുക്ക് തുടയ്ക്കാൻ ഒരു വൈപ്പർ ഏറ്റവും കുറഞ്ഞ ആവശ്യമാണ്. അത് മേടിച്ച് ആണോടി നീയൊക്കെ എൻ്റെ മക്കളെ കുറിച്ച് വ്യാകുലപ്പെടുന്നത്? പിന്നെ ഒരു 53 മിനിറ്റ് ഓഡിയോ വന്നതിനെ കുറിച്ച് കുറെ അപരാധം പറയുന്നുണ്ട്. ആ പെൺകുട്ടിയെ ഞാൻ ഒരിക്കൽ പോലും ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടില്ല. എനിക്ക് ആ പെൺകുട്ടിയുടെ ഒരു ഫോട്ടോ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ അമ്മ കാണിച്ചു തന്ന അറിവ് മാത്രമേ എനിക്കറിയുള്ളൂ, അല്ലാണ്ട് ആരെയും എനിക്കറിയില്ല. ഞാൻ അവളെ കൊണ്ടുനടന്ന് ഞാൻ ആ പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഞാൻ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്തെന്നോ? എവിടാ ദുരുപയോഗം ചെയ്തത്? തെളിവുണ്ടോടാ നിന്റെയൊക്കെ കയ്യില്? തെളിവുണ്ടോ? ഷൈജു സുകുമാരൻ നാടാരെ, ഞാൻ കൊണ്ടുപോയി ആ പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്തതിന് തെളിവുണ്ടെങ്കിൽ കൊണ്ടുപോടാ. നീ ഒരു 53 മിനിറ്റ് ഓഡിയോ ഇട്ട് എനിക്കിട്ട് അപരാധിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങ് അവസാനിക്കുമെന്നാണോ നീ ഓർത്തത്? എനിക്ക് പത്രമില്ലെന്നോ? എന്റെ പത്രത്തിന് ലൈസൻസ് ഇട്ടിട്ട് വെല്ലുവിളിച്ചു പൂട്ടിക്കാൻ. നിന്നെ കൊണ്ട് എന്താടാ പറ്റാഞ്ഞത്? നിനക്ക് എന്താ പറ്റാഞ്ഞത്? ഇതുണ്ടല്ലോ സഹികെട്ട പെണ്ണിന്റെ വാക്കാ. ഇനി നിന്നെ ഒന്നും നിയമത്തിന്റെ കയ്യിൽ കൊണ്ടുവരാതെ നിന്നെ ഒന്നും വെറുതെ വിടത്തില്ല. എവിടെ കുറെ ഫേക്ക് മക്കളുണ്ടല്ലോ ഇവിടെ, വാടാ വന്ന് സംസാരിക്കടാ. നീയൊക്കെ എന്റെ കമന്റ് ബോക്സ് അടച്ചിട്ടിട്ടൊന്നും ഇല്ല. നീ വാ, കുറെ ഫേക്കന്മാരുണ്ട് അവന്മാർക്ക് വേണ്ടിയിട്ട് വാദിക്കാനായിട്ട്. ചോദിക്കാൻ തന്റെ ഇടമുള്ള ഒരുത്തനുണ്ടെങ്കിൽ വാ. ഷൈജു സുകുമാരൻ നാടാർക്ക് നേരെ ചെന്നിട്ട് അവന്റെ ഷർട്ടിൽ ഞാൻ കുത്തിപ്പിടിച്ചു, അവന്റെ പോക്കറ്റിൽ ഞാൻ കുത്തിപ്പിടിച്ച സമയത്ത് ഞാനും നിങ്ങളും തമ്മിൽ എന്താ സഹോദരി പ്രശ്നമെന്ന് ചോദിച്ച ഷണ്ണ, നാറി, നീ നിനക്ക് ഫേസ്ബുക്കിന്റെ പുറകിലിരുന്ന് ഉണ്ടാക്കാനേ അറിയത്തുള്ളടാ. അനുഭവിച്ചില്ല. തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതൊന്നും നിർത്തിയല്ല ഞങ്ങള്. എല്ലാവരും വിളിക്കും, എല്ലാവരെയും പുറത്തു കൊണ്ടുവരും. ഒരെണ്ണത്തിനെ ഇല്ലാതെ എല്ലാത്തിനെയും പുറത്തു കൊണ്ടുവരും. എല്ലാ തെളിവും. പിന്നെ ഡോക്ടർ ഷാനവാസിന്റെ മരണം, ആ ഡോക്ടർ ഷാനവാസിന്റെ മരണത്തിന് പിന്നിലുണ്ടായിരുന്ന പ്രമുഖരുടെ അടക്കം പേരുകൾ ഞാൻ വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് തിരുവനന്തപുരത്തെ മാധ്യമങ്ങൾ അത് വാർത്തയാക്കാതിരുന്നത്. അറിയോ നിങ്ങൾക്ക് സുഹൃത്തുക്കളെ? ഡോക്ടർ ഷാനവാസിന്റെ മരണത്തിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയ വ്യക്തികളുടെ പേരുകളും അതിന്റെ പിന്നിലുണ്ടെന്ന് പറയപ്പെടുന്ന മുൻ മന്ത്രിസഭയിലെ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകളും ഞാൻ പത്രസമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ആ മാധ്യമങ്ങൾ അത് വാർത്തയാക്കാതിരുന്നത്. എന്നെ ആക്ഷേപിക്കുന്നവർ ഷാഹിദ് ഷാ, ഒന്ന് അടങ്ങടി പെണ്ണേന്ന്. നിന്റെയൊക്കെ കുടുംബത്തിൽ നടക്കണം ഇത്, അന്നേരമാണ് വിഷമം വരുന്നത്. അതേ ഹുസൈൻ കലിപ്പിലാണ്. എന്റെ കുടുംബത്തിൽ കയറി കളിക്കുന്ന ഒരുത്തനെ ഞാൻ വെറുതെ വിടത്തില്ല. രാജൻ ഒരിക്കലുമില്ല. എനിക്ക് ഒരു വേദനയില്ല, ഒരു വിഷമമില്ല. ഈ 9 മാസം ഞാൻ കിടന്ന് ഒരുപാട് അനുഭവിച്ചതാ. അതേ ബിജു, കഷ്ടമാണ്. നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ സംഭവിക്കുമ്പോഴാണ് ഇതിന്റെ ദയനീയത നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഞാൻ എന്ത് തെറ്റാ
ഇവരോടൊക്കെ ചെയ്തത്? ഞാനൊരു സാമൂഹ്യ വിഷയത്തിൽ ഇടപെട്ടതാണോ എന്റെ തെറ്റ്? പറ. ഞാൻ ഗർഭിണിയായിരുന്ന കാലയളവ് മുഴുവൻ അതേടാ വേറെ ഒരു സരിതയാ. നിനക്ക് എന്നെ സരിതയായിട്ട് നിന്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ കൊണ്ടുപോടാ. അപരാധം പറയാൻ ഇറങ്ങുന്നവനൊക്കെ മുഖത്ത് നോക്കി പറയാനുണ്ടോ? പറയാൻ പറ്റൂടാ നിനക്കൊക്കെ? എടാ ഞാൻ ഒരു പെണ്ണ്, വെറും ഒരു പെണ്ണാടാ. എന്നെ പോലെ എന്റെ തന്റെ ഇടത്തിന്റെ 100-ൽ1 അംശം കാണിക്കടാ ഫേക്കിലൂടെ വന്നിട്ട് കഥ പറയുന്നവന്മാരെ. നീയൊക്കെ വാ, നീയൊക്കെ വന്നിട്ട് എനിക്കിട്ട് പറ. അൻവർ അഷ്റഫ്, അതേടാ നീ നിന്റെ കുടുംബത്ത് പോയി വിളിച്ചാൽ മതിയടാ പോടീന്ന്. നിന്റെ പെണ്ണുമ്പിള്ളയുടെ ചെലവിലല്ല ഞാൻ ഇവിടെ കിടക്കുന്നത്. മുഹമ്മദ് തുരുത്തി കൊളുത്തോളിക്കോടി, കുടുംബ പ്രശ്നമാണെങ്കിൽ ഫേസ്ബുക്കിൽ ലൈവിൽ വരേണ്ട കാര്യമില്ല സുഹൃത്തെ. ഇത് സാമൂഹ്യ പ്രശ്നത്തിൽ ഇടപെട്ടതിന്റെ പേരിൽ എന്റെ കുടുംബത്തെ വരെ വലിച്ചിടുന്നതാണ് പ്രശ്നം. ജാസിം മനാഫ്, ഇല്ല ചീത്ത വിളിക്കുന്നില്ല. ചീത്ത വിളിക്കാൻ ഇവനെയൊക്കെ ഉണ്ടല്ലോ, ചീത്ത അല്ല വിളിക്കേണ്ടത്, പച്ചയ്ക്ക് കത്തിക്കണം. അത്രയ്ക്ക് തെണ്ടിത്തരം എന്നോട് കാണിച്ചിരിക്കുന്നത്. ഷാനവാസ് മുഹമ്മദ്, നിങ്ങൾക്കൊന്നും അറിയില്ല ഞാൻ അനുഭവിച്ച വേദനയുടെ ആഴം. ഞാൻ സഹിച്ചതൊന്നും നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അറിയോ, ഞാൻ ഈ പറഞ്ഞ ഈ ഷാനവാസിന്റെ കേസിൽ ഇടപെട്ട ആ ഒരു സമയം മുതൽ എന്നെ ഇവന്മാർ വേട്ടയാടുകയാണ്, എന്നെ പിന്തുടർന്ന് ഉപദ്രവിക്കുകയാണ്, എന്റെ കുടുംബത്തെ വരെ ഇതിനകത്ത് വലിച്ചിട്ടു, എന്നെ നശിപ്പിക്കാവുന്നതിന്റെ മാക്സിമം ചെയ്തു. എന്നെ വേശ്യയെന്ന് ചിത്രീകരിച്ചുകൊണ്ട് ഇവന്മാർ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടു, എന്നെ പല ലോഡ്ജുകളിൽ നിന്ന് പിടിച്ചു എന്ന് ഇവന്മാർ കഥകൾ എഴുതി. ഞാൻ ഇത്രയും സഹിച്ചു, ഇനി എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഒരു നീതി നിയമ വ്യവസ്ഥയുടെ മുമ്പിലും ഇവന്മാർ രക്ഷപ്പെടാൻ സമ്മതിക്കരുത്. ഇതിൽ കൂടുതൽ എനിക്ക് പറ്റത്തില്ല. മുഹമ്മദ്, നിങ്ങൾക്ക് സംസ്കാരത്തെ കുറിച്ച് എന്താ അറിയാവുന്നത്? എനിക്ക് എന്തുമാത്രമാണ് ഉപദ്രവിച്ചിരിക്കുന്നത്? റഫീഖ്, ഒന്നും കയ്യിൽ പോയിട്ടില്ല. അവന്മാര് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ജിജോ, ഇതിനപ്പുറത്തേക്ക് എനിക്ക് ചെയ്യാൻ ഒന്നുമില്ല. ഇതിനകത്ത് ഇവന്മാർ ഒരുപാട് എന്നെ ഉപദ്രവിച്ചു. ഒറ്റ രാത്രി ഞാൻ ഗർഭിണിയാണ്, എന്നെ ഉപദ്രവിക്കരുതെന്ന് പബ്ലിക്കായിട്ട് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടു. മാർച്ച് മാസം മുതൽ ഞാൻ എല്ലാ നിയമവ്യവസ്ഥകളുടെ മുൻപിലും കേസുമായിട്ട് പോയി. എല്ലാവരുടെ അടുത്ത് ഞാൻ പരാതി കൊടുത്തു, എല്ലായിടത്തും ഞാൻ പോയി പരാതി കൊടുത്തു. ഒരിടം പോലും ഇല്ല ഞാൻ പരാതി കൊടുക്കാത്തത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ ഇങ്ങോട്ടേക്ക് എല്ലായിടത്തും ഞാൻ പരാതി കൊടുത്തു. ഷാഹിദ് ഷാ, അടങ്ങടി, നിന്റെ കുടുംബത്ത് പോയി വിളിയടാ. നീ ആരാടാ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ? ജസീം മനാഫ്, അതേടാ അയ്യേ നിനക്ക് തോന്നും. റാഫി, നിർത്താൻ സൗകര്യമില്ല. ഈ ഫേസ്ബുക്കിൽ ഇരിക്കുന്ന കുറെ മാന്യന്മാരുണ്ട്, അവന്മാരുടെയൊക്കെ മുഖം മൂടി ഞാൻ വലിച്ചു കീറും. ഒരുത്തനെയും വിടത്തില്ല ഞാൻ. കുറെ പേരുണ്ട്. ലല്ലു, നിങ്ങൾ ഇത് കണ്ടിരിക്കണം. എനിക്കെതിരെ കൊട്ടേഷൻ വരെ കൊടുത്തിട്ടാണ് ഇവന്മാർ പുറത്ത് നിൽക്കുന്നത്. എന്ത് കാര്യത്തിനാ ഡോക്ടർ ഷാനവാസിന്റെ വിഷയത്തിൽ ഞാൻ ഇടപെട്ടതോ? നീയൊക്കെ കൊല്ലുന്ന ദിവസം വരെ ഞാൻ ഉണ്ടടാ ഇതിനകത്ത്. നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടത്തില്ല, ഒരുത്തനെ വെറുതെ വിടത്തില്ല. നീയൊക്കെ എന്താ വിചാരിച്ചിരിക്കുന്നത്? തിരുവനന്തപുരത്തെ മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യാത്തതിന്റെ കാരണം ഡോക്ടർ ഷാനവാസിന്റെ മരണത്തിൽ ഉൾപ്പെട്ട പ്രമുഖരെ കുറിച്ചുള്ള എന്റെ വെളിപ്പെടുത്തൽ കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് മാത്രമാണ്. ഇല്ലെന്ന് അന്നത്തെ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത ജേർണലിസ്റ്റുകൾ ഈ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പറയട്ടെ. അല്ലെങ്കിൽ പറ, ഷംനാദ് എസ്.കെ വേറെ ഒരു സരിത നായർ ആവരുത്. എന്റെ പൊന്നു സുഹൃത്തെ, ഞാൻ എവിടെയാ സരിത നായരായത്? ഞാൻ ആരെയാ തട്ടിക്കൊണ്ടു പോയത്? ഞാൻ എവിടെന്നാ കൊണ്ടുപോയത്? അതെ, മൊത്തം കയ്യിൽ നിന്ന് പോകും, ഒരുത്തനെയും വിടത്തില്ല. അറഫത് മുഹമ്മദ്, നിങ്ങൾക്ക് എന്താ അറിയാവുന്നത്? ഇനി ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല. പത്രക്കാർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് വാച്ച് ചെയ്ത പത്രക്കാർ വാ എൻ്റെ അടുത്ത്. എന്റെ കയ്യിലുണ്ട് തെളിവുകൾ. എന്നെ ഫേസ്ബുക്കിൽ ഈ പറയുന്നവന്മാരുണ്ടല്ലോ, അംജദ് അടൂരും ഈ പറയുന്ന ഷൈജു, അജോ കുറ്റിക്കൽ, ഇവനെയൊക്കെ ഞാൻ തെറി വിളിച്ചിട്ട പോസ്റ്റോ കമന്റോ സ്ക്രീൻഷോട്ടോ ഉണ്ട്, കൊണ്ടുപോടാ. നീയൊക്കെ കൊണ്ടുപോവാ. കുറെ ആയി ഞാനിത് സഹിക്കുന്നു, ഇനി സഹിക്കാൻ എനിക്ക് മനസ്സില്ല. ഇന്നലെ ഒരു ഭയങ്കര ഫേസ്ബുക്ക് സെലിബ്രിറ്റിയുടെ പോസ്റ്റ് കണ്ടു. 5 മക്കളെ ഓരോ ഇടവേളകളിൽ കൃത്യമായിട്ട് പെറ്റുകൂട്ടിയെന്ന്. ആണ്, നിന്റെ ചെലവിലാണോ? എന്റെ പ്രസവം നീ വന്നെടുത്തായിരുന്നോ? എന്റെ മക്കളെ നീ വളർത്തുന്നുണ്ടോ? ഞാൻ ഒരുപാടായിട്ട് സഹിച്ചവളാ, എന്റെ സഹിക്കെട്ടവളാ. എന്റെ സഹിക്കേട് തീരുന്നൊരു ദിവസമുണ്ട്. എന്നെ ഒരുപാടായി, ഇത് ഒത്തിരിയായി. എന്തിനാ ഇങ്ങനെ പിന്തുടർന്ന് വേട്ടയാടി ഒരുത്തനെ ഞാൻ വിടത്തില്ല. ഞാൻ ഇന്ന് എന്റെ കണ്ണീന്ന് വീഴുന്ന കണ്ണുനീരുണ്ടല്ലോ, ഇതിന് ഉത്തരം നിന്നെയൊക്കെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. മുസ്തഫ ഇവി, കാണുന്നവരെ ആക്കരുത്. നിങ്ങൾക്ക് എന്തോ അറിയാവുന്നത് കാണുന്നവരെ ആക്കാൻ. ഞാൻ നിങ്ങളെ കാണാൻ വിളിച്ചില്ല ഇങ്ങോട്ട്. ഷെരീഫ് അസീസ്, ആരാടാ വെള്ളം കുടിച്ചത്? വെള്ളം കുടിച്ചെന്ന് പറയാൻ നിന്റെ തെളിവുണ്ടോടാ? വെള്ളം കുടിക്കും, അതെ, കുറെ വെള്ളം കുടിപ്പിക്കടാ.
കുടിപ്പിക്കൂടാ, എല്ലാ അവന്മാരെയും വെള്ളം കുടിപ്പിക്കും. വെച്ചിട്ട് പോടീന്ന്. നീ പോടാ, നിന്റെ വീട്ടിൽ ചെന്ന് പറയടാ. മുഹമ്മദ് മുബാറക്, അതേടാ എന്റെ ഹസ്ബൻഡിനെ സമ്മതിക്കണം. അയാൾ ആണാ, അല്ലാതെ നിന്നെ പോലെയുള്ള ഷണ്ണന്മാരല്ലടാ. നീയൊക്കെ ആരാന്നാ വിചാരിച്ചിരിക്കുന്നത്? എന്റെ ഹസ്ബൻഡിനെ സമ്മതിക്കണോടാ. സ്വന്തം ഭാര്യയെ ഫേസ്ബുക്കിലൂടെ വ്യഭിചാരിയെന്നും വേശിയെന്നും വിളിക്കുമ്പം നിന്നെയൊന്നും പോലെ മാല ചുരുട്ടി മടയിലിരിക്കാതെ പുറത്തിറങ്ങിയ എന്റെ ഭർത്താവിനെ സമ്മതിക്കണോടാ. നീ ആരാ? ഞാൻ കൊടുത്തു, കേസ് കൊടുത്തു. എന്തുകൊണ്ട് പേര് പുറത്തു പറഞ്ഞില്ല? ആര് പറഞ്ഞില്ലെന്ന് പ്രസ് മീറ്റിൽ വിളിച്ചു പറഞ്ഞതാണ്. പ്രശ്നം ഇവന്മാരെല്ലാം കൂടെ കാണിച്ചിരിക്കുന്ന കുറെ വൃത്തികേടുകൾ. ഏത് വൃത്തികെട്ടവനായാലും. റാഫി മുഹമ്മദ് ആരാണ് സുഹൃത്തെ നിയമം കയ്യിലെടുത്തത്? റാഫി എന്നെ നിങ്ങൾക്കറിയാം. ഞങ്ങൾ ഏറ്റുമാനൂര്. എന്റെ ഹസ്ബൻഡ് എപ്പോഴാണ് റാഫി എന്നെ ഗുണ്ടയായത്? എപ്പോഴാണ് ഞങ്ങൾ മോശക്കാരായത്? എപ്പോഴാണ് ഞങ്ങൾ വ്യഭിചരിച്ച് ജീവിച്ചത്? നിങ്ങൾ പറയൂ. ഞാൻ എന്റെ കണ്ണുനീര് വീഴ്ച ഒരുത്തനും ഈ ഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോവില്ല. പട്ടേരി സ്വാമി ആത്മയുടെ മെമ്പർ ആയിരുന്ന ഷാലു വയനാടാണ്. പട്ടേരി സ്വാമി ആത്മയുടെ മെമ്പർ ആയിരുന്ന ഷാലു വയനാടാണ്. ഇവന്മാരെല്ലാരും നരസിംഹനം റോയ്, ഷൈജു സുകുമാരൻ നാടാറാണ്. ഇവന്മാരെല്ലാരും കൂടെ ചേർന്നിട്ടാണ് ചെയ്യുന്നത്. അൻവർ അഷ്റഫ്, എവിടെയാണോ നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ നാറിയത്? എവിടെയാ? എല്ലാരും എല്ലാം അറിയട്ടെ. ഞാൻ എന്തിനാ ഒളിച്ചു വയ്ക്കുന്നത്? എനിക്കൊന്നും ഒളിച്ചു വയ്ക്കാനില്ല. ഞാൻ ഇവിടെയുണ്ട്. ഞാൻ എന്റെ വീട്ടിലുണ്ട്. എന്റെ കുടുംബത്തോടൊപ്പം ഉണ്ട്. ഞാൻ ആരുടെ മുമ്പിൽ പോയിട്ടില്ല. പി വി ഹരി, ഞാൻ ആരുടെ തലയിൽ ആരുടെ തലയില ഷാനവാസിന്റെ പേര് പറഞ്ഞ് കേറിയത്? തെളിവ് കൊണ്ടുവാ. നീ കൂടുതൽ പറയാൻ നിൽക്കരുത്. ഷാഫി ബാബ, ഇത് കണ്ണുനീരല്ല, ഇത് രക്തമാണ്. എന്നെ 9 മാസം ഞാൻ സഹിച്ച പീഡനങ്ങളാണ്. ഒരു നിയമവ്യവസ്ഥയും ഇവിടെ കണ്ണടച്ചില്ല. ഇവന്മാര് ഇത്രയും കിടന്ന് തെമ്മാടിത്തരം കാണിക്കുക. ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല. അറാഫത്ത്, ഞാൻ ഒരിക്കലും കരഞ്ഞിട്ടില്ല. ഞാൻ 9 മാസം ഞാൻ കരഞ്ഞിട്ടില്ല. പക്ഷെ ഇന്നലെ മുതൽ എന്റെ മക്കളെ ഞാൻ ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറഞ്ഞ് വനജ വാസുദേവന്റെ പോസ്റ്റ് കണ്ട സമയം മുതലാണ് എന്റെ കണ്ണ് നിറഞ്ഞത്. എവിടെയാടി വനജ വാസുദേവൻ ഞാൻ എന്റെ മക്കളെ ദുരുപയോഗം ചെയ്തത്? എവിടെയാടി ഞാൻ എന്റെ മക്കളുടെ പേര് പറഞ്ഞ് ലൈക്ക് മേടിച്ചത്? നിനക്ക് തന്റെ ഇടം ഉണ്ടെങ്കിൽ നീ എന്റെ അടുത്ത് വാ. നീ വന്നിട്ട് എന്റെ അടുത്ത് പറ. ഞാൻ ഇത്രയും ദിവസങ്ങൾ 9 മാസം ഞാൻ കരഞ്ഞിട്ടില്ല. ഇനി ഞാൻ കരയുകയില്ല. പക്ഷെ ഇതിന് ഒരു അവസാനം കാണുമോ? ഞാൻ ഇട്ടിട്ട് പോവില്ല. ഇത്രയുമായി ഞാൻ ഇനി സഹിക്കാൻ തയ്യാറല്ല. ഡോക്ടർ ഷാനവാസിന്റെ പേരിൽ അദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയതാണെന്ന് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ വെളിപ്പെടുത്തലുകൾ വീഡിയോ ആയിട്ട് പുറത്തുവിട്ട ദിവസം മാർച്ച് 18 മുതൽ തുടങ്ങിയതാണിത്. നിനക്കൊക്കെ ഞാൻ ചോദിക്കട്ടെ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഡോക്ടർ ഷാനവാസിന്റെ മരണം അത് സ്വാഭാവികമാണെങ്കിലും കൊലപാതകമാണെങ്കിലും അന്വേഷിക്കപ്പെടട്ടെ. അതിനാർക്കാണ് പ്രശ്നം? എന്തിനാണ് എന്നെ ഫേക്ക് ഐഡികൾ വേട്ടയാടുന്നത്? എന്ത് കാര്യത്തിനാണ്? നിങ്ങൾ ആരാണ് ഇത്തരത്തിൽ എന്നെ വേട്ടയാടേണ്ട കാര്യം എന്താണ്? റഫീഖ് BP അങ്ങാടി വെളിപ്പെടുത്തുന്നതിന് എനിക്ക് ഒരു മടിയുമില്ല. അന്നത്തെ മിനിസ്ട്രിയിൽ ഡോക്ടർ ഷാനവാസ് മരണപ്പെടുന്ന മിനിസ്ട്രിയിലുണ്ടായിരുന്ന മുൻ മന്ത്രി, അന്നത്തെ മിനിസ്ട്രിയിലുണ്ടായിരുന്ന ഹെൽത്ത് മിനിസ്റ്റർ ശിവകുമാർ അടക്കമുള്ളവർക്ക് പങ്കുണ്ടെന്നാണ് ആരോപണങ്ങൾ ഉയർന്നത്. പോലീസ് ഈ കേസുകൾ അന്വേഷിക്കുന്നില്ല. നീ എന്നെ അറസ്റ്റ് ചെയ്തോളൂ. എന്നെ പ്രോപ്പറായിട്ട് അന്വേഷിച്ചിട്ട് വേണം അറസ്റ്റ് ചെയ്യാൻ. എന്റെ കയ്യിൽ തെളിവുകളുണ്ട്. ഡോക്ടർ ഷാനവാസിന്റെ മരണം, ആ മരിച്ച ദിവസത്തിൽ മരണം സ്ഥിരീകരിക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അന്നത്തെ ദിവസം അദ്ദേഹത്തിന്റെ ശരീരത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 5ാമത്തെ ഇഞ്ചുറിയായി അടയാളപ്പെടുത്തിയിരുന്ന ആ ഇഞ്ചക്ഷൻ കുത്തിവെപ്പ് പാട് അത് എവിടെ നിന്നുണ്ടായി, എങ്ങനെ ഉണ്ടായി? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഷാനവാസ് ഡോക്ടർ മയക്കുമരുന്ന് ഉപയോഗിച്ചതായിട്ട് കണ്ടെത്തിയില്ല. അങ്ങനെയെങ്കിൽ എന്തിനു വേണ്ടിയായിരുന്നു ആ കുത്തിവെപ്പ് ഡോക്ടർ ഷാനവാസിന്റെ ശരീരത്തിൽ എടുത്തത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കഴിഞ്ഞ മന്ത്രിസഭയിലെ പ്രമുഖന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നോ? എന്തിനു വേണ്ടിയിട്ടാണ് എന്റെ കുടുംബത്തെ വേട്ടയാടിയത്? എല്ലാവർക്കും പങ്കുണ്ട് ഇതില്. ഡോക്ടർ ഷാനവാസ് ജീവിച്ചിരിക്കുമ്പോൾ സാമ്പത്തിക ഇടപാടുകൾ, ക്രമക്കേടുകൾ കാണിക്കാൻ പാടില്ല എന്ന് അറിഞ്ഞിരുന്നവർക്ക് ഇതിനകത്ത് പങ്കുണ്ട്. ഡോക്ടർ ഷാനവാസ് ഈ ഡ്രഗ് മാഫിയ
മാഫിയയെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നത്, പുറത്തു പറയുന്നത്, അതിനകത്ത് പേടിച്ചവർക്ക് ഇതിൽ പങ്കുണ്ട്. ഡോക്ടർ ഷാനവാസ് മരണപ്പെടേണ്ടത് പലരുടെ ആവശ്യമായിരുന്നു. ഞാൻ ഇനി എന്തിനാ ഒളിച്ചു വെക്കുന്നത്? എനിക്കൊന്നും ഒളിച്ചു വെക്കാനില്ല. എന്റെ കുടുംബത്തെ വേട്ടയാടിയ ഒരുത്തരെ ഞാൻ വിടത്തില്ല. PV ഹരി ഫേസ്ബുക്ക് ആംഗ്ലമാരെ ഇവരെ ഇങ്ങനെ ആക്കിയത് നാണമില്ലേടാ നിനക്ക് കിടന്ന് മുറവിളി കൂട്ടാൻ? ഒരു ഷാനവാസുമല്ല വിഷയം. അല്ല സുഹൃത്തെ, ഷാനവാസിന്റെ കേസ് അന്വേഷിച്ചാൽ നിനക്കെന്തിനാടാ പൊള്ളുന്നത്? PV ഹരി, ഗഫൂർ അരിബ്ര, ഞാൻ മതിയാക്കാം. ഇവന്മാർക്കെതിരെ ഈ പോലീസ് ഫോഴ്സിൽ നിന്ന് ശക്തമായ നടപടികൾ ഉണ്ടാവുമെന്ന് എനിക്ക് ബോധ്യപ്പെടുന്ന ദിവസം ഞാൻ ഇത് മതിയാക്കാം. ഇന്ന് ഷാനവാസിന്റെ കേസുകൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്ത പരാതിയുള്ളത് ക്രൈംബ്രാഞ്ച് ADGPയുടെ ചുമതലയുള്ള ബൽറാം കുമാർ ഉപാധ്യായയുടെ ടേബിളിലാണ്. ഈ അന്വേഷണം പ്രോപ്പറായിട്ട് നടക്കുമെന്ന് എനിക്ക് ഉറപ്പ് കിട്ടണം. പിന്നെ കുറെ പേര് ഡോക്ടർ ഷാനവാസ് വിഷയത്തിൽ ഞാൻ ഇടപെട്ട സമയത്ത് കുറെ പേര് വന്നിട്ട് പറഞ്ഞു ഡോക്ടർ ഷാനവാസിന്റെ കുറെ അനാവശ്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പെണ്ണുപിടിയനാണ്, അദ്ദേഹം മദ്യപാനിയാണ്, എല്ലാം പറഞ്ഞു. സുഹൃത്തുക്കളെ, എൻ്റെ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഡോക്ടർ ഷാനവാസ് മദ്യപാനി ആയിക്കോട്ടെ, ഡോക്ടർ ഷാനവാസ് പെണ്ണുപിടിയനായിക്കോട്ടെ, 80% അയാൾ ചീത്തയായിക്കോട്ടെ, 20% സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ആ മനുഷ്യന്റെ മരണം കേരളത്തെ ഒന്നടങ്കം കരയിച്ചില്ലേ? കേരളത്തിലെ പ്രവാസി സമൂഹങ്ങളെ കരയിപ്പിച്ചില്ലേ? എന്തേ അന്വേഷിക്കാത്തത്? മോനിക്ക ജോസഫ് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഓൾറെഡി ആ പേരുകൾ വെളിപ്പെടുത്തി കഴിഞ്ഞു. അതിന്റെ പേരിൽ നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ എന്നെ ചെയ്യാമെങ്കിൽ ചെയ്തോളൂ. എനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. KM സഗീർ കുവൈറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഞാൻ ഈ പേരുകൾ പറഞ്ഞു കഴിഞ്ഞു. മുജീബ് പറമൽ ഞാൻ ആ പേരുകൾ പറഞ്ഞു കഴിഞ്ഞു. ആ പേരുകൾ ഫേസ്ബുക്കിൽ ലൈവിൽ ഞാൻ വെളിപ്പെടുത്തി കഴിഞ്ഞു. ഇനി ഈ മാനസിക പീഡനങ്ങൾ എനിക്ക് സഹിക്കാൻ കഴിയില്ല. എന്നെ കൊണ്ട് പറ്റത്തില്ല ഇനി സഹിക്കാൻ. ഞാൻ ഈ പറയുന്ന രീതിയിൽ എവിടെയെങ്കിലും ഞാൻ എന്റെ മുതലെടുപ്പുകൾ നടത്തിയെന്നുള്ള ഒരു തെളിവ് കൊണ്ടുവാ. ഒരെണ്ണം പോലും ഇല്ല. എന്നെ ഇത്തരത്തിൽ ഉപദ്രവിക്കുന്ന ഒരുപാട് പേര്. ഇനി എനിക്ക് പയ്യ. അൻവർ അഷ്റഫ്, നീ പോടാ, നീ പോയി നിന്റെ പണി നോക്കടാ. നീ ആരാന്നാടാ നിന്റെ വിചാരം? നിനക്ക് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ എന്റെ മൊബൈലിൽ വിളിയടാ. ഞാൻ നമ്പർ ഇവിടെ പബ്ലിക്കായിട്ട് പറയാം. നീ വിളിച്ചിട്ട് നീ കഥ പറയടാ. ഓരോ അവന്മാര് രാവിലെ ഇറങ്ങിക്കോളും. സുനീറിക്ക, നിങ്ങൾക്കറിയാം, നിങ്ങൾ ആലപ്പുഴയിലെ രാഷ്ട്രീയ നേതാവായിരുന്നു. ഞാൻ എവിടെയാണ് സുനീറിക്ക ആലപ്പുഴയിൽ വ്യഭിചരിച്ച് നടന്നത്? എന്നെ ഏത് ലോഡ്ജിൽ നിന്നാണ് സുനീറിക്ക പിടികൂടിയത്? നിങ്ങൾ ആലപ്പുഴയിലെ രാഷ്ട്രീയ നേതാവാണ്. ഇവരുടെ ഈ വൃത്തികേടുകൾക്ക് നിങ്ങൾ ആരും ഇത് കാണുന്നില്ല എന്നാണോ? പറ. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? എനിക്ക് സഹിക്കാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട്. എത്രയോ പേരാണ് എന്നെ ഇങ്ങനെ അപമാനിക്കുന്നത്. ഫേസ്ബുക്കിലെ ഫേക്ക് ഐഡികളിലൂടെ എന്നെ ലോഡ്ജിൽ നിന്ന് റെയ്ഡ് ചെയ്ത് പിടിച്ചവനുണ്ടെങ്കിൽ കൊണ്ടുവാ. ഒരു ദിവസം ഒരു തെളിവ് കൊണ്ടുവരാനുണ്ടെങ്കിൽ നീയൊക്കെ കൊണ്ടുപോടാ. കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയെ അപമാനിച്ച് വേശ്യയെന്നും കള്ളിയെന്നും തട്ടിപ്പുകാരിയെന്നും മുദ്ര കുത്തിയ നീയൊക്കെയാണോടാ ആണുങ്ങൾ? നീയൊക്കെ എവിടുന്നാ വരുന്നത്? ജസീം അബ്ദുൽ കരീം, എടോ, തനിക്ക് ഈ ഫേസ്ബുക്കിൽ കമന്റ് ഇടാതെ ഞാൻ ഈ ഇറങ്ങി പ്രവർത്തിച്ചതുപോലെ 2 മാസം ഞാൻ അനുഭവിക്കാൻ തന്നെ കൊണ്ട് കേൾപ്പുണ്ടെങ്കിൽ കമന്റ് ഇടറോ? ജലീൽ ഖാൻ, ഒരിക്കൽ പോലും പലപ്പോഴും നിങ്ങളൊക്കെ എന്നെ ഇൻബോക്സിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഇതിനകത്ത് യാതൊരു കാരണവശാലും പിന്നോട്ട് പോകരുതെന്ന്. അപ്പോഴൊക്കെ ഞാൻ സ്ട്രോങ് ആയിട്ടാണ് നിലകൊണ്ടിട്ടുള്ളത്. പക്ഷേ കുറച്ചു പേര് അവരെന്നെ വീണ്ടും ഉപദ്രവിക്കുകയാണ്. ഇബ്രാഹിം SK, പെണ്ണുങ്ങൾ അടങ്ങി ഒതുങ്ങി വീട്ടിൽ ഇരിക്കുന്ന നിങ്ങൾ കുടുംബത്തിൽ പോയി ഇരുത്തിയാൽ മതി. ഞാൻ ആവശ്യമില്ലാത്ത കാര്യത്തിന് തെരുവിലിറങ്ങിയിട്ടില്ല, കേട്ടല്ലോ. അസീസ് മേട്ടുംപുറം, ആ തെളിവുകൾ ഓൾറെഡി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞതാണ്, വീഡിയോ സഹിതം ഇട്ട് കഴിഞ്ഞതാണ്. ബാക്കിയൊക്കെ പോലീസാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത്. എന്റെ സംശയങ്ങൾ, ഡോക്ടർ ഷാനവാസിന് കുത്തിവെച്ചു എന്ന് പറയപ്പെടുന്ന മരുന്നിന്റെ ഡീറ്റെയിൽസ് അടക്കം ഞാൻ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തിട്ട് മാസങ്ങളായി. എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത്? ഇനി ഞാൻ ആരോപണം ഉന്നയിച്ചു, നിങ്ങൾ അത് പറയുന്നത് ശരിയല്ല എങ്കിൽ, ഞാൻ പറയുന്നത് ശരിയല്ല എങ്കിൽ
ഞാൻ അതിന്റെ പേരിൽ എന്ത് നിയമ നടപടി നേരിടാൻ തയ്യാറാണ്. ഞാൻ തയ്യാറാണ്. ഏത് നിയമ നടപടി ഏൽക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഞാൻ പറയുന്ന ആരോപണങ്ങൾ, ഞാൻ പറയുന്ന തെളിവുകൾ, ഞാൻ കൈമാറിയ തെളിവുകൾ, എന്റേതായ വീക്ഷണങ്ങൾ, ഇവയൊക്കെ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ച് ഈ കേസുകളെയൊക്കെ തിരിമറി നടത്തുന്ന പോലീസ് നിയമ സംവിധാനങ്ങൾ, ഇത് ശരിയല്ല. ഈ രാജ്യത്ത് ഒരു സ്ത്രീക്ക് സുരക്ഷിതമായിട്ട് ഈ സൈബർ ആക്രമണങ്ങൾ, ഏറ്റവും കൂടുതൽ ഒരു സ്ത്രീയെ ഹരാസ് ചെയ്യാൻ പറ്റുന്ന മാർഗമാണ് സൈബർ ആക്രമണങ്ങൾ. ഫേസ്ബുക്ക് കൺഫർമേഷൻ കിട്ടില്ല എന്ന രീതിയിലുള്ളത്. അതുകൊണ്ടാണ് ഇവർ ഫേസ്ബുക്ക് യൂസ് ചെയ്തിട്ട് സ്ത്രീകളെ അബ്യൂസ് ചെയ്യുന്നത്. പി.വി. ഹരി, വി.എസ്. ശിവകുമാറിനെതിരെ ആരോപണം ഉണ്ടെങ്കിൽ അത് പോലീസ് തെളിയിക്കും. നീ ആരാണ് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ? നീ ഇന്നും ഇന്നലെ അല്ലല്ലോ അജോ കുറ്റിക്കന്റെ ഒക്കെ കൂടെ ചേർന്നിട്ട് അപമാനിക്കാൻ തുടങ്ങിയത്. നീ ആരാണെന്ന് നിന്റെ വിചാരം? അന്നത്തെ ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്ന വി.എസ്. ശിവകുമാറിന് ഇതിനകത്ത് പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെടുന്നു. അല്ലെങ്കിൽ എന്തിനാണ് ഇവ കണ്ടുപിടിച്ച എല്ലാ തെളിവുകളും ഹൈക്കോടതിക്ക് കൈമാറുമെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ട് 24 മണിക്കൂറിനുള്ളിൽ ഷാനവാസിന് ഒരു സ്വാഭാവിക മരണം സംഭവിച്ചു എന്ന് പറയുന്നത് എന്താണത്? എന്തുകൊണ്ട് നിങ്ങൾ അന്വേഷിക്കുന്നില്ല? എന്തുകൊണ്ടാണ് അന്വേഷിക്കാത്തത്? നിങ്ങൾ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? മുസ്തഫ ഒരിക്കലുമില്ല. പേരുകൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ സ്ത്രീ സംഘടന ഒന്നും ഇല്ല സുഹൃത്തുക്കളെ. സ്ത്രീ സംഘടന വരണം. അതുപോലെ തന്നെയുണ്ട് ഫേസ്ബുക്ക് കൺഫർമേഷൻ കിട്ടില്ല എന്ന് പറയുന്നു. ഫേസ്ബുക്ക് യാതൊരു കൺഫർമേഷൻ കൊടുക്കുന്നില്ല. കാവ്യ മാധവന് എതിരെ ആരെങ്കിലും പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം പ്രതിയെ പിടിക്കും, ഫേസ്ബുക്ക് കൺഫർമേഷൻ കിട്ടും. മുഖ്യമന്ത്രി പിണറായി വിജയനെ ആരെങ്കിലും അബ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം കിട്ടും തെളിവുകൾ. ഇവിടുത്തെ പാവപ്പെട്ട സ്ത്രീകളെ ഉപദ്രവിക്കുമ്പോഴാണ് കിട്ടാത്തത്. അല്ലേ? പാവപ്പെട്ട സ്ത്രീകളെ ഉപദ്രവിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഫേസ്ബുക്കിന്റെ കൺഫർമേഷൻ കിട്ടാത്തതല്ലേ? ജലീൽ കരഞ്ഞല്ല തോൽക്കുന്ന ജലീൽ. ഇവർ ഇത്ര അപരാധം പറഞ്ഞുണ്ടാക്കിയില്ലേ? ഇത്ര അപരാധം. എന്റെ വളർന്നു വരുന്ന മക്കള്, എന്റെ പെൺകുട്ടികൾ, അവരെ പോലും ചിന്തിക്കാതെ ഇവന്റെ ഒന്നും കുടുംബത്തിൽ തള്ളേ തന്തേ ഒന്നും ഇല്ലേ? ഇത്രയും വരുന്നില്ലേ? എനിക്ക് നിങ്ങൾ പറ, ഞാൻ ഇത്രയും ലൈവിൽ വന്നിട്ട് ഞാൻ ഇതെല്ലാം വിളിച്ചു പറയണമെങ്കിൽ ഞാൻ ബോധമില്ലാത്തൊരു സ്ത്രീ അല്ല. എനിക്ക് നാളെ നേരിടേണ്ടി വരുന്ന എല്ലാത്തിനെ കുറിച്ചും എനിക്ക് വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ ഞാനിത് തുറന്നു പറയുന്നത്. എന്നെ കുറെ അവന്മാർ ഫേസ്ബുക്ക് പോസ്റ്റും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ എന്നെ റെയ്ഡിൽ പിടിച്ചെന്ന്. എവിടെന്നാടാ എന്നെ റെയ്ഡിന് പിടിച്ചത്? തെളിവിടറാ മോനിക്ക. ഞാൻ ഒരിക്കലും കരഞ്ഞിട്ടില്ല. പക്ഷേ ഈ അപരാധങ്ങൾ എനിക്ക് പറ്റില്ല. എനിക്ക് മേളിലാണിത്. ഇത്രയുമായില്ലേ എന്തൊക്കെയായി ചെയ്യുന്നത്? ഏപ്രിൽ 7-ാം തീയതി ഞാൻ DGP സെൻകുമാറിന് കൊടുത്ത പരാതിയിൽ CBCID എൻക്വയറിക്ക് ഉത്തരവിട്ടിരുന്നതാണ്. ഈ കേസുകളെല്ലാം അന്വേഷിക്കണമെന്ന് ഉത്തരവിട്ടിരുന്നതാണ്. പിന്നീട് ആ ഫയൽ മുങ്ങി എന്നറിയില്ല. ആ ഫയൽ മുക്കി. ഞാൻ വീണ്ടും പോയി DGP കണ്ടു. ആ കേസ് ഫയൽ ഇപ്പോൾ 4 ദിവസം മുമ്പ് ADGP ക്രൈം നോക്കുന്ന ബൽറാം കുമാർ ഉപാധ്യായയുടെ ടേബിളിൽ ഞാൻ എത്തിച്ചു. അതുകൂടാതെ സൈബർ കേസിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ IG ശ്രീജിത്തിന്റെ ചുമതലയിലാണ് നടക്കുന്നത്. ഇവന്മാര് പറയുന്ന പോലെ മന്ത്രിസഭയിൽ ഈ കേസ് മുക്കും, എനിക്ക് ഉറപ്പുണ്ട്. ആര് വന്നിട്ടും കാര്യമില്ല. പിണറായി വിജയന്റെ ഓഫീസിൽ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ദിനേശൻ പുത്തേഴത്തിനെ കണ്ട് ഞാൻ എന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് മന്ത്രി തോമസ് ഐസക്കിനോട് അടക്കം നേരിൽ പറയുന്നതിന്റെ വീഡിയോകൾ എന്റെ കയ്യിലുണ്ട്. എവിടെയാവാ? എനിക്ക് എവിടെ നീതി എവിടെയാ കിട്ടിയത്? എനിക്ക് ഇതിനൊക്കെ ഒരു പരിഹാരം എവിടെയാ ഉണ്ടായത്? എവിടുന്നാ കിട്ടിയത്? ഇവന്മാരുടെ ഒരൊറ്റ എയിമേ ഉള്ളൂ. ഡോക്ടർ ഷാനവാസിന്റെ കേസിൽ നിന്ന് ഞാൻ പിന്മാറണമെങ്കിൽ ഞാൻ ഒരു വ്യഭിചാരിയും വേശ്യയും, ഞാൻ മോശക്കാരിയും, എൻ്റെ ഭർത്താവ് ബ്ലേഡ് മാഫിയ തലവനും ഗുണ്ടയുമാണെന്ന് വരുത്തി തീർത്ത് എന്നെ ഇതിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകണം. അതിനു വേണ്ടിയിട്ടാണ് ഇവർ കളിക്കുന്നത്. എൻ്റെ കുടുംബത്തെ ഇതിനകത്ത് വലിച്ചിട്ടത് അതുകൊണ്ടാണ്. ഈ അംജത്തോട് ഒരു കുടുംബ പ്രശ്നങ്ങളിലേക്ക് കയറി ഇടപെട്ടു, യൂത്ത് കോൺഗ്രസ് നേതാവാണെന്ന് പറഞ്ഞിട്ട്. ഈ 3 വർഷത്തിന് ശേഷമാണോ ഇവന് കുടുംബ പ്രശ്നം കണ്ടെത്തിയത്? എന്നെ വിവാഹം ചെയ്ത് കൊണ്ടുവന്ന് അതിലൊരു കുഞ്ഞുണ്ടായി. 2ാമത് ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണോ വന്നത്? എവിടെ
അതുവരെ എവിടെയായിരുന്നു? ഈ സഹായവും നിയമവും നീതിയും വേണമെന്ന് ആവശ്യമുള്ളവര് എന്തുകൊണ്ട് കോടതിയിൽ പോയില്ല? എൻ്റെ ഭർത്താവിന്റെ ആദ്യ ഭാര്യ അത് നീതി കിട്ടണമെന്ന് പറഞ്ഞ് ഏർപ്പെടുത്തിയിട്ടാണെന്നാണ് പറഞ്ഞത്. അവർക്ക് നീതി കിട്ടണമെന്നും പറഞ്ഞ് ഇയാളെ ഏർപ്പെടുത്തിയെന്ന് പറഞ്ഞാണ് ഇയാൾ എൻ്റെ മെസ്സേജ് ഇൻബോക്സിൽ വന്നത്. ഞാനൊരു രാഷ്ട്രീയ നേതാവാണല്ലോ എന്ന് കരുതി എല്ലാ പരിഗണനയും കാണിച്ചു, മാന്യമായിട്ട് സംസാരിച്ചു. അന്ന് മുതൽ തുടങ്ങിയതാണ് ഇവന്, ഈ അംജദ് അടൂരിന്. ഇവൻ എന്തിന്റെ കേടാ ഇവൻ ആരെന്ന വിചാരം? ഇവൻ ഒന്നുമല്ല എന്ന് ഇവന്റെ മുതിർന്ന നേതാക്കൾ പറയുന്നതിന്റെ ഓഡിയോ ക്ലിപ്സ് എൻ്റെ കയ്യിലുണ്ട്. പ്രോഗ്രാം ആങ്കർ ചെയ്യുന്ന മിടുക്ക് കണ്ടിട്ട് രാഷ്ട്രീയ സംഘടനയുടെ ഭാരവാഹിത്വം കൊടുത്തതാണെന്ന്. എനിക്കിനി സഹിക്കാൻ പറ്റത്തില്ല. ഈ കേസിനകത്ത് മുന്നോട്ട് ഇനിയും നടപടികൾ വന്നില്ലെങ്കിൽ എനിക്ക് പിടിച്ചു നിൽക്കുന്നതിനൊരു പരിധിയുണ്ട്. എന്നെ വ്യക്തിപരമായി കടന്നാക്രമിക്കുകയാണ് ഇവര്. എന്നെ വ്യക്തിപരമായി കടന്നാക്രമിച്ച് എന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമമാണ് ഇത്. നിങ്ങളെങ്കിലും പറഞ്ഞ് നിങ്ങളോടെങ്കിലും എനിക്ക് പറയണം. മുഹമ്മദ് മുബാറക് വീട്ടിലുള്ളവർക്ക് വെള്ളം കൊണ്ടേ കൊടുത്താൽ മതി. ആരൊക്കെ വെള്ളം കുടിക്കുമെന്ന് നമുക്ക് കാണാം. ആരൊക്കെ വെള്ളം കുടിക്കുമെന്ന്, ആരെയൊക്കെ വെള്ളം കുടിപ്പിക്കുമെന്ന് നമുക്ക് കാണാം. അറിയാമോ ഇവനൊക്കെ എന്തിനാണ് എന്നെ ഉപദ്രവിച്ചത്? അജോ കുറ്റിക്കൻ, നീ എവിടുത്തെ രാഷ്ട്രീയ നേതാവാടാ? നീ RYF-ന്റെ നാട്ടിലുള്ള സകല പാവപ്പെട്ടവന്മാരെയും ഭീഷണിപ്പെടുത്തി ബ്ലാക്ക് മെയിൽ ചെയ്ത് ജീവിക്കുന്നവനാണ് അജോ കുറ്റിക്കൻ. ഇവന്റെ അമ്മ ഇവനെ കുറിച്ച് പറയുന്ന വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ഞാനത് പുറത്തു വിടാത്തത് ഇവനൊന്നും കാണിക്കുന്ന ചെറ്റതരം കാണിക്കാൻ എനിക്ക് കഴിയില്ലാത്തത് കൊണ്ടാണ്. ഇവനൊക്കെ കാണിച്ചു കൂട്ടി. നിങ്ങൾ കേട്ട് കാണും, ഒരു 34 മിനിറ്റ് ഓഡിയോ അജോ കുറ്റിക്കനും ഈ പറയുന്ന ഷൈജു സുകുമാരൻ നാടാരും തമ്മിൽ സംസാരിക്കുന്നത്. ഞാൻ ജനിച്ച ദിവസം മുതൽ എന്ന കണക്കിന് ഇവന്മാര് പറഞ്ഞതാണ്. എന്റെ അമ്മയെ വരെ ഇതിനകത്ത് വലിച്ചിട്ടു. നിങ്ങൾ പറഞ്ഞു ഞാൻ എന്തിന് ചീത്ത വിളിച്ചെന്ന്. നിങ്ങളുടെയൊക്കെ അമ്മയും അപ്പനെയും പെങ്ങന്മാരെയും ഭാര്യമാരെയും ഭർത്താവിനെയൊക്കെ ചീത്ത വിളിക്കുമ്പോ ആ വിളിക്കുന്നതിന് നിങ്ങളൊക്കെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുവോ? എന്നിട്ട് ഇവനൊക്കെ എന്താ നേടിയത്? അജോ കുറ്റിക്കൻ എന്ന് പറയുന്നവന് 10 പൈസയുടെ വില സ്വന്തം നാട്ടിലില്ല. ആ നാട്ടിലില്ലാത്തത് കൊണ്ട് ഇവർമാരുടെയൊക്കെ കൂടിയിട്ട് പ്രശസ്തരാകാൻ നടത്തുന്ന ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇവൻ വന്ന് പെട്ടിരിക്കുന്നത്. പലരോടും ഇവൻ പറഞ്ഞിട്ടുണ്ട്, അവരെ 4 തെറി വിളിച്ചാലെങ്കിലും ഞാൻ ഫേമസ് ആകുമെന്ന്. പലരോടും ഈ അജോ കുറ്റിക്കൻ പറഞ്ഞിട്ടുണ്ട്. അറിയോ നിങ്ങൾക്ക്? എൻ്റെ മക്കളെ ഒരു 53 മിനിറ്റ് ഓഡിയോ ഞാനൊരു പെൺകുട്ടിയെ ഡോക്ടർ ഷാനവാസിന്റെ സംഘം ഷാനവാസ് മരിച്ച ശേഷം ആ കേസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു വന്ന മാഫിയ ലൈംഗിക ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച ഒരു 53 മിനിറ്റ് ഓഡിയോ, ആ ഓഡിയോ സത്യമാണെന്ന് ഷൈജു സുകുമാരൻ നാടാരടക്കമുള്ളവർ പറഞ്ഞാൽ ആ 53 മിനിറ്റ് ഓഡിയോയുടെ ഏറ്റവും അവസാനത്തെ 3 മിനിറ്റ് ശ്രദ്ധിക്കുക. അതിൽ ആ പെൺകുട്ടി എടുത്തെടുത്ത് പറയുന്നു, നാടാര് ചേട്ടനെ കണ്ടപ്പോ ഇതെന്റെ നരസിംഹൻ ചേട്ടനാണെന്ന് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞുവെന്ന്. ഷൈജു സുകുമാരൻ നാടാരെ, തനിക്കുള്ള കുരുക്ക് താൻ തന്നെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അറിയോ തനിക്കത്? താനാണ് നരസിംഹം NM റോയ് എന്നുള്ളത് ആ പെൺകുട്ടി താങ്കളോട് ചോദിക്കുമ്പോൾ താങ്കൾ ചിരിച്ചുകൊണ്ട് സമ്മതിക്കുന്ന ഓഡിയോ. എന്തിനാടോ താനൊക്കെ ഏറ്റവും വലിയ പരാജയമാണ് നാടാരെ. എനിക്കെതിരെ കൊട്ടേഷൻ, എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ ഇടുക്കിയിൽ തടിക്കച്ചവടവുമായിട്ട് പോയിരുന്ന ഹാറൂൺ എന്ന ബാബുമോനെ അജോ കുറ്റിക്കൻ കണക്ട് ചെയ്ത് എനിക്കിട്ട് കൊട്ടേഷൻ. എടാ എന്തിനാടാ കൊട്ടേഷൻ കൊടുത്ത് നിന്റെ കാശ് കളഞ്ഞത്? നിനക്ക് തൻ്റെ ഇടണ്ട നീ നേരിട്ട് വന്നാൽ പോരായിരുന്നോടാ അജോ കുറ്റിക്ക? നീ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ കൈ കൊണ്ട് ചായ കുടിച്ചിട്ട് പോയവനല്ലേടാ. നീ എന്തിനാടാ കൊട്ടേഷൻ കൊടുക്കുന്നത്? നാണം കെട്ട ജന്തുക്കള്. ഒരു കേസിൽ ഞാൻ ഇടപെട്ടപ്പോൾ ആ കേസിൽ നിന്ന് എന്നെ മാക്സിമം പിന്നോട്ട് വലിക്കാൻ ഒരു സ്ത്രീയെ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ഉപദ്രവിക്കും അങ്ങനെയൊക്കെ ഉപദ്രവിച്ചു. ഞാൻ 2ാം വിവാഹക്കാരിയാണെന്ന് പ്രചരിപ്പിച്ചു. നിനക്കൊക്കെ ഉറപ്പുണ്ടോ നിന്റെയൊക്കെ കുടുംബം ആയുഷ്കാലം കാണുമെന്ന് പ്രചരിപ്പിച്ചവന്മാരെ? നിനക്കൊക്കെ ഉറപ്പുണ്ടോ? എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ദുരന്തത്തിൻ്റെ പേരിൽ നീയൊക്കെ എന്നെ വേട്ടയാടി. ഈ കേസിന് ഒരു അവസാനം വരാതെ നിന്നെ ഒന്നും നിയമത്തിന്റെ കയ്യിൽ നിന്ന് വെറുതെ വിടിപ്പിക്കില്ല ഞാൻ. അതിനേതറ്റം വരെ പോണോ ആ അറ്റം വരെ ഞാൻ പോകും. ഉറപ്പുള്ള കേസാണ്. തിരുവനന്തപുരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരുന്നത് എനിക്കതൊരു വിഷയമല്ല. എനിക്ക് ലൈവ് പോലെയുള്ള ഓപ്ഷൻ സാമൂഹ്യ മീഡിയയിലുള്ളപ്പോൾ, സോഷ്യൽ മീഡിയയിലുള്ളപ്പോൾ എന്നെ ഒരേ സമയത്തിനകത്ത് 10,500 ആളുകൾ ഒറ്റയടിക്ക് കാണുമ്പോൾ ഒരു മാധ്യമം ഇത് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കതൊരു പ്രശ്നമല്ല സുഹൃത്തുക്കളെ, എനിക്കതൊരു വിഷയമല്ല.
ഞാൻ ഇപ്പം കുറെ പേര് വിമർശിച്ചിട്ട് വരും, ഞാൻ വയലൻ്റായി, ഞാൻ കരഞ്ഞു എന്ന്. ഈ 9 മാസം ഞാൻ സഹിച്ചത് 1 മണിക്കൂർ നിനക്കൊക്കെ സഹിക്കാൻ പറ്റത്തില്ലടാ. വിമർശിക്കുന്നവന്മാരെ, നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, നിനക്കൊന്നും ഒരിക്കലും സാധിക്കില്ലത്, അറിയോ അത്? ഇനി എന്തൊക്കെയാ നിങ്ങൾക്ക് അറിയേണ്ടത്? ചോദിക്കുന്നോട്. ഏതൊക്കെ അവന്മാർക്ക് എന്തൊക്കെ അറിയണമെന്ന് വെച്ചാൽ എന്നോട് ചോദിക്കണം. അല്ലാതെ മറിഞ്ഞും തിരിഞ്ഞും ഫേക്ക് ഐഡിയിൽ വന്നിട്ട് അപരാധം എഴുതിയിടരുത്. ചോദിക്കാനുള്ളവനൊക്കെ മുമ്പിൽ മുഖത്ത് നോക്കി ചോദിക്കും. ഞാൻ ഇവിടെ ഉണ്ട്, ഏറ്റുമാനൂര് നീണ്ടൂർ റോഡിലെ വെട്ടൂർ കോട്ടേജിൽ ഞാനുണ്ട്. നിനക്കൊക്കെ ചോദിക്കാൻ തൻ്റെ ഇടം ഉണ്ടെങ്കിൽ നീയൊക്കെ നേരിട്ട് വന്ന് ചോദിക്ക്. ഇല്ലെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പർ പബ്ലിക്കായിട്ടാണ് പറയണത്, 9846230434. തൻ്റെ ഇടം ഉള്ളവനുണ്ടെ വിളിയടാ, വിളിച്ചിട്ട് നീ പറ ഞാൻ ചെയ്തു കൂട്ടി. ഞാൻ എന്ത് പബ്ലിസിറ്റി ഇതിനകത്ത് ഉണ്ടാക്കിയത്? എനിക്ക് 29,000 ഫോളോവേഴ്സ് വന്നത് പറഞ്ഞ് മലപ്പുറംകാരൻ ഒരാളുടെ ഒരു വിലാപം കണ്ടു. 29,000 ഫോളോവേഴ്സ് ഉണ്ടായി, ശരിയാണ്. ഈ 29,000 ഫോളോവേഴ്സ് ഉണ്ടായിട്ട് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടല്ല ചിലവ് കഴിയണത്. അത് എനിക്ക് കഞ്ഞി കുടിക്കണമെങ്കിൽ എൻ്റെ ഭർത്താവ് കൊണ്ട് തരണം, ഫോളോവേഴ്സിനെ കൊണ്ട് പറ്റില്ല. അവരൊക്കെ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ അറിയാനായിരിക്കും വരുന്നത്, എന്തെങ്കിലും ന്യായമോ സത്യമോ ഉണ്ടോ എന്നറിയാനായിരിക്കും വരുന്നത്. ഇപ്പോൾ ഒരുത്തം വന്ന് കമൻ്റ് ഇട്ടു പോടീന്ന്. അതൊക്കെ സ്വന്തം വീട്ടിൽ വിളിക്കുക, എന്നെ വിളിക്കാൻ പോരണ്ട, കേട്ടല്ലോ? നീയൊക്കെ ആരായാലും. ഷാൻ ബാലോടൻ, സഹിക്കുന്നതിനൊരു പരിധിയില്ലേ ഷാൻ? നിനക്കറിയില്ലേ, രാത്രി 1:30-ക്ക് 4 ദിവസം മുമ്പ് രാത്രി 1:30-ക്ക് നീ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കൺഫേം ചെയ്തതല്ലേടാ എൻ്റെ വീടിന് നേരെ നടന്ന ആക്രമണം? നിനക്കറിയില്ലേ ഷാനെ അത്? സജീർ മോൻ, പോടീന്ന് നിന്റെ കുടുംബത്ത് പോയി വിളിയടാ, നീ ചെലവിന് കൊടുത്തിരിക്കുന്നവരുണ്ടെങ്കിൽ. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം, ഇല്ല ഞാൻ മരിക്കണം. എവിടെയെങ്കിലും എങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്നെ ഇല്ലാണ്ടാക്കും. എന്നെ അപരാധം പറഞ്ഞ്, ഒന്നുകിൽ അപരാധം പറഞ്ഞ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നിടം വരെ എത്തിക്കും. അർഷാദ് സുബൈർ കേസ് കൊടുക്കണം. പിള്ളാച്ച ഞാൻ ഒരുപാട് കേസ് കൊടുത്തതാ. പിള്ളാച്ച കേസിന്റെ ഫയൽ തന്നെ ഉണ്ട്. പിള്ളാച്ച 1000 പേജിന്റെ കോപ്പി. ലിനു നെവർ ഞാൻ വന്നത്. ഫിറോസ് തലയ്ക്കൽ, കൂതറയാടാ, നിന്റെ ചെലവിലാണോ ഞാൻ കിടക്കുന്നത്? കൂതറയാവാൻ നിന്റെ കുടുംബത്ത് പോയി വിളി. റൌഫ് മോൻ, അതെ